കാൽവിൻ പെർഫ്യൂംസിൻ്റെ 32ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡ് ചെറിയൊരു ഡിലേ വന്നുപോയി കേട്ടോ. ചെറിയൊരു ഫാമിലി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായത് കാരണം അല്പം തിരക്കിലായിപ്പോയി. അതുകൊണ്ട് ക്ഷമിക്കുക. ഇനിയുള്ള എപ്പിസോഡുകളെല്ലാം കുറച്ചും കൂടി കറക്റ്റ് ആക്യുറേറ്റിൽ ആ പീരീഡ് അനുസരിച്ചിട്ട് തന്നെ ചെയ്യാം. ഓക്കെ. ഇന്ന് ഞാൻ എല്ലാത്തവണ നമ്മൾ പറയാറ് വിദേശ പെർഫ്യൂംസുകൾ, ഫ്രഞ്ച് പെർഫ്യൂംസുകൾ അല്ലെങ്കിൽ അറബിക് പെർഫ്യൂംസുകൾ, അതിൻ്റെയൊക്കെ വളരെയധികം വിശദമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. ഇന്ന് നമ്മുടെ നാടൻ ശൈലി, നാടൻ പെർഫ്യൂംസ്, ഒരു 5 നാടൻ പെർഫ്യൂംസിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പെർഫ്യൂമാണ് കോഫി. കോഫി ഞാനിപ്പോൾ കാണിക്കുന്ന പെർഫ്യൂം അല്ല കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന എല്ലാം ഓയിലാണ്. എൻ്റെ ഷോപ്പിൽ പെർഫ്യൂംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവില്ല. കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ലൈവായിട്ടാണ് നമ്മൾ പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കുന്നത്. സോ അത് കാരണം ഈ ഷോപ്പിൽ ഒരിക്കലും പെർഫ്യൂംസ് റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാവില്ല. ഞാൻ ഓയിൽ, അതിൻ്റെ റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഓയിലാണ് ഞാൻ കാണിക്കുന്നത്. കോഫിയുടെ പെർഫ്യൂമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് മറ്റ് സ്മെല്ലുകളെ എന്താ പറയുക, കില്ല് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് ഒരു വീട്ടിൽ മാൻഡേറ്ററി ആയിട്ട്, ഒരു കമ്പൽസറി ആയിട്ട് ഒരു വീട്ടിൽ കോഫിയുടെ പെർഫ്യൂം ആവശ്യമാണ്. നമ്മുടെ നോർമലി പെർഫ്യൂം ഡ്രസ്സിൽ അടിക്കുന്ന പോലെ അടിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. വീട്ടിൽ നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും വൃത്തികെട്ട മണം, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് എന്തെങ്കിലും കത്തിച്ചതിൻ്റെ ഒരു മണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ദുർഗന്ധങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഈ പെർഫ്യൂം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, എയറിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മണത്തെ ന്യൂട്രലൈസ് ചെയ്ത് കളയാൻ പറ്റും. അതാണ് കോഫിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഏത് പെർഫ്യൂം ഷോപ്പിൽ പോയാലും കോഫി ബീൻസ് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ കോഫീനെ അങ്ങ് നമ്മൾ മൂക്കിലേക്ക് ശരിക്കും അങ്ങ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൂക്ക് ന്യൂട്രലായിട്ട് മാറും. മീൻസ് സ്മെല്ലിന് ന്യൂട്രലായിട്ട് മാറും. അടുത്ത സ്മെല്ല് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് കോഫിയുടെ ഒരു പ്രത്യേകത, കോഫിയുടെ ഫ്രാഗ്രൻസിൻ്റെ പ്രത്യേകത, സ്മെല്ലിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്. ഞാൻ പേഴ്സണലി പറയുന്നതാണ്. എല്ലാവരുടെ വീട്ടിലും അത് ഒരെണ്ണമുള്ളത് എപ്പോഴും നല്ലതാണ്. പല ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. കാറിൽ ഉപയോഗിക്കാം, കിച്ചണിൽ ഉപയോഗിക്കാം, ഈവൻ ബാത്റൂമിൽ വരെ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പേഴ്സണലി നമ്മുടെ ഡ്രസ്സിൽ ഉപയോഗിക്കുവാൻ ഇഷ്ടമുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് മേടിച്ചുകൊണ്ടും പോകാറുണ്ട്. അതാണ് ഒന്നാമത്തെ ഐറ്റം, കോഫി. നമ്മുടെ കയ്യിലുള്ള കോഫി എന്ന് പറയുന്നത് ചെറിയൊരു ചിക്കറിയുടെ സ്മെല്ലും കൂടി ചേർന്നിട്ടുള്ള ചിക്കറി കോഫിയുടെ സ്മെല്ലിലുള്ള പെർഫ്യൂമാണ് നമുക്കുള്ളത്. അടുത്തത് ഞാൻ പരിചയപ്പെടുത്തുന്ന 2 പൂക്കളുടെ പെർഫ്യൂമാണ്. എല്ലാവർക്കും സുപരിചിതമായ എലഞ്ഞിപ്പൂവിൻ്റെ ഓയിലാണിത്. എലഞ്ഞിപ്പൂ ഒരു കാലഘട്ടത്തിൽ എലഞ്ഞിപ്പൂ നമ്മളെല്ലാവരും കണ്ടു കാണും. എലഞ്ഞിപ്പൂവിൻ്റെ ആ പൂവിൻ്റെ ഉള്ളിലൊരു ഹോളുണ്ട്. അപ്പം അത് മാല കോർക്കാനായിട്ട് എല്ലാവരും ഉപയോഗിക്കും. മെയിൻലി അത് കാറിൽ മാല തൂക്കിയിടാനായിട്ടാണ് പഴയ ആളുകളൊക്കെ അത് ഉപയോഗിച്ചിരുന്നത്, കാർ പെർഫ്യൂമായിട്ട്. ആ പൂ ഒരാഴ്ചയൊക്കെ അങ്ങനെ തന്നെ നിൽക്കും. ഇച്ചിരി ഹെവി സ്മെല്ലാണ് കേട്ടോ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. ഇച്ചിരി ഹാർഡ്നെസ് ഉള്ള സ്മെല്ലാണ് എലഞ്ഞിപ്പൂ. ആ എലഞ്ഞിപ്പൂവിന് മണം ഇഷ്ടമുള്ള ആളുകളുണ്ട്, ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. ഇഷ്ടമുള്ള ആളുകൾക്ക് അതിനെ യൂസ് ചെയ്യാം. അല്ലാത്തവർക്കൊന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കാം. എന്താണ് നമ്മുടെ എലഞ്ഞിപ്പൂ, നമ്മുടെ നാട്ടിലെ കേരളത്തിൻ്റെ ഒരു പൂവാണ്. അപ്പോൾ അതെന്താണെന്നുള്ള അറിയാനുള്ള ഉള്ളവർക്കും അത് പരീക്ഷിക്കാവുന്ന ഒരു ഇതാണ്. ഹെവി ലാസ്റ്റിംഗ് ആണ്. ഒരു ഫുൾ ഡേ കിട്ടും അത്. എൻ്റെ സ്മെല്ല് ഈ പെർഫ്യൂമിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്മെല്ല് ലോങ് ലാസ്റ്റിങ്ങിൽ പെടുന്നതാണ്. അടുത്തത് ചെമ്പകം. എനിക്ക് തോന്നുന്നത് പരിചയമില്ലാത്ത ആരും തന്നെ ഉണ്ടാവാൻ വഴിയില്ല. ചെമ്പകത്തിൻ്റെ ഓയിലാണിത്. ചെമ്പകത്തിൻ്റെ പൂ സാധാരണ ആളുകൾ ലേഡീസ് തലമുടിയിൽ ചൂടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പൂവാണ്. തമിഴ്നാട്ടിലൊക്കെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ മിക്കവാറും ബസ്സിലൊക്കെ ആ സ്മെല്ല് നല്ലോണം ഉണ്ടാവും. ചെമ്പകത്തിൻ്റെയും മുല്ലപ്പൂവിൻ്റെ ഒക്കെ സ്മെല്ല് ബസ്സിൽ മൊത്തം ഉണ്ടാകും. കാരണം എല്ലാവരുടെ തലയിലും ഈ ചെമ്പകത്തിൻ്റെ അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ ഒക്കെ പൂവുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ സ്മെല്ല് എപ്പോഴും നല്ല സ്പ്രെഡിങ് ആയിരിക്കും. ചെമ്പകത്തിൻ്റെ പെർഫ്യൂം ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനത് കൂടുതൽ കാർ പെർഫ്യൂമായിട്ട് ഇവിടെ നിന്ന് കൂടുതൽ പോകുന്നുണ്ട്. ആളുകൾ ഇതിൽ ഉപയോഗിക്കുന്നത് അതും സ്ട്രോങ് ആണ് കേട്ടോ. നമ്മൾ പെർഫ്യൂമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതും നല്ല ഹെവി പെർഫ്യൂമാണ്. രാവിലെ അടിച്ചാൽ ഈവൺ ഒരു വൈകുന്നേരം വരെയൊക്കെ നിൽക്കുന്ന ലോങ് ലാസ്റ്റിംഗ് ഉള്ള പെർഫ്യൂമാണ് ഈ ചെമ്പകം. ഈ എലഞ്ഞിപ്പൂവിൻ്റെ ഫ്രാഗ്രൻസും ചെമ്പകപ്പൂവിൻ്റെ ഫ്രാഗ്രൻസും, ഇത് രണ്ടും നമ്മുടെ നാടൻ പൂവാണ്. ഇത് പെർഫ്യൂം സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.
ഇനി രണ്ടെണ്ണം ഞാൻ പരിചയപ്പെടുത്തുന്നത് സോപ്പിൻ്റെ സ്മെല്ലാണ്. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. നമ്മൾ രാവിലെ കുളിക്കുന്നു, കുളിച്ച് ഫ്രഷായിട്ട് ആ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ ഒരു 5 മിനിറ്റ്സ് ടൈം ആ സോപ്പിൻ്റെ സ്മെല്ല് ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫ്രഷ്നെസ്, ഒരു ഹെവി ഫ്രഷ്നെസ് ആണ്. പക്ഷെ അതൊരു 5 മിനിറ്റ്സേ നിൽക്കുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോരായ്മ. ആ സെയിം സ്മെല്ല് നമുക്കൊരു ത്രൂ ഔട്ട് കിട്ടിയാലോ, അതാണ് സോപ്പിൻ്റെ പെർഫ്യൂംസ് യൂസ് ചെയ്യുമ്പോഴുള്ളൊരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. നമുക്ക് ഇൻ്റർനാഷണലി ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡവ് സോപ്പിൻ്റെ കൃത്യം സെയിം സ്മെല്ലിൽ തന്നെ നമുക്ക് ഫ്രാഗ്രൻസ് ഉണ്ട്. ഡവ് സോപ്പിൻ്റെ അതേ ഇതിൽ തന്നെ നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഉണ്ട്. ഒരു നല്ല ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടും ഈ പെർഫ്യൂംസ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലുമാണ്, എന്നാൽ അതിനൊരു ലാസ്റ്റിംഗ് ഉണ്ട് താനും. ഒരു സ്മൂത്തനിങ് ആയിട്ട് ആ ഒരു എന്താ പറയുക, ആ ഫ്രഷ്നെസ് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഫുൾ ഡേ കിട്ടും അത്. ഒരു AC ആംബിയൻസിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫുൾ ഡേ നമുക്ക് അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ കിട്ടും. അടുത്ത സോപ്പ് എന്ന് പറയുന്നത് പിയേഴ്സ് സോപ്പ്. അത് ഇച്ചിരിയും കൂടി സ്ട്രോങ് ആണ് കേട്ടോ, കുറച്ചും കൂടി ഒരു ഹെവിനെസ് ഉള്ള സോപ്പാണ്. അതും നമ്മുടെ കൈവശമുണ്ട്. പിയേഴ്സ്, ഇത് നമ്മുടെ ഗ്ലിസറിൻ പിയേഴ്സ് സോപ്പ് ഉണ്ടല്ലോ, നോർമൽ അവരുടെ ബേസിക് ആയിട്ടുള്ള പിയേഴ്സ് സോപ്പ്, അതിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. ഇതും നല്ലോണം ലാസ്റ്റ് ചെയ്യുന്ന ഫ്രാഗ്രൻസ് ആണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, ഓഫീസിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ആളുകൾക്ക് പെർഫ്യൂം അടിച്ചതായിട്ട് തോന്നില്ല, കുളിച്ചിട്ട് വരുന്നതായിട്ട് നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ അതുപോലത്തെ ഉള്ള ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ഇതിനകത്ത് ഉണ്ട് ഈ സോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും. ഇത് 5 നമ്മൾ ഷോപ്പിൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ പുതിയ പെർഫ്യൂംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ.